നമസ്കാരം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, അതിൻ്റെ ഫലം വന്നതിന് ശേഷം ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് 2019 BJP നേടിയത് ഒരു വലിയ വിജയം തന്നെയാണ്. BJPക്ക് ഈ രാജ്യത്ത് നേടാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച വിജയമാണ് 2019 നേടിയിരിക്കുന്നത്. അതിനി ആവർത്തിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ പല രാഷ്ട്രീയ നിരീക്ഷകരുമുണ്ട്. പക്ഷേ 2019 BJPയുടെ കുതിപ്പിൻ്റെ തുടക്കം മാത്രമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് കണ്ടു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. അതായത് ഉത്തരേന്ത്യയെന്നും ദക്ഷിണേന്ത്യയെന്നും രണ്ട് വികാരങ്ങൾ ഉണ്ടാക്കിയാൽ, ഉത്തരേന്ത്യയിൽ BJP, ദക്ഷിണേന്ത്യയിൽ മറ്റു പാർട്ടികൾ എന്ന രീതിയിൽ ഒരു മത്സരം രൂപപ്പെടുത്തിയാൽ, പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം സാധ്യമാക്കിക്കൊണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു വെല്ലുവിളി ഉയർത്താം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം കണക്കുകൂട്ടുന്നത്. പക്ഷേ BJP ചിന്തിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതുമെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്. അതായത് 2025 RSSൻ്റെ 100 വർഷം പൂർത്തിയാവുകയാണ്. ആ സമയത്ത് BJP കേന്ദ്രത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ ഇരിക്കണം എന്നാണ് BJP നേതാക്കൾ ആഗ്രഹിക്കുന്നത്. അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിയിട്ട് നാളുകളേറെയായി എന്നതിൻ്റെ സൂചനയാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ഉത്തരേന്ത്യയിൽ പാർട്ടി നേടാവുന്നതിൻ്റെ മാക്സിമം പാർട്ടി നേടിക്കഴിഞ്ഞോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇല്ല, ഉത്തരേന്ത്യയിൽ ഇനിയും വലിയ വലിയ വിജയങ്ങൾ നേടാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സാധിക്കും. അതായത് ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 225 ആണ്. 2014 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയത് അതിൽ 190 സീറ്റുകളാണ്. സത്യത്തിൽ 2019 ഹിന്ദി ഹൃദയഭൂമിയിൽ സീറ്റുകളുടെ എണ്ണം BJPക്ക് കുറയുകയാണ് ചെയ്തത്. 183 സീറ്റുകളാണ് 2019 ഹിന്ദി ഹൃദയഭൂമിയിൽ BJP നേടിയത്. പക്ഷേ മൊത്തത്തിലുള്ള സീറ്റുകളുടെ എണ്ണം BJP വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം സ്വാധീനമില്ലാത്ത പല മേഖലകളിലേക്കും 2019 BJP വ്യാപിച്ചു എന്ന് തന്നെയാണ്. 2024 BJPയെ പിന്തുണയ്ക്കുന്ന ഏറ്റവും ശക്തമായ രണ്ട് ഘടകങ്ങൾ, ഒന്ന് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രവും UCC അഥവാ ഏകീകൃത സിവിൽ കോഡുമായിരിക്കും. അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു ഭവ്യ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി ഹിന്ദു വോട്ടുകൾ വളരെ വലിയ രീതിയിൽ തന്നെ BJPക്ക് അനുകൂലമായി ഏകീകരിക്കപ്പെടും. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിലൂടെ BJPക്ക് അനുകൂലമായ മുസ്ലിം വോട്ടുകളും ഏകീകരിക്കപ്പെടും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് 2017 BJP തെളിയിച്ചിട്ടുണ്ട്. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഫലം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വച്ച ആശയമെന്നത് ട്രിപ്പിൾ തലാഖിനെ കുറിച്ചായിരുന്നു. മുത്തലാഖ് നിരോധനത്തെക്കുറിച്ചും അത് മുസ്ലിം സ്ത്രീകളിൽ ഉണ്ടാക്കിയ വലിയ മാറ്റത്തെക്കുറിച്ചും ശാക്തീകരണത്തെക്കുറിച്ചുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിൽ പ്രസംഗിച്ചത്. അതിൻ്റെ ഫലം കാണാനുണ്ടായി. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഉത്തർപ്രദേശിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിലും BJP MLAമാരാണ് വിജയിച്ചു കയറിയത്. മാത്രമല്ല, ഉത്തർപ്രദേശിൽ ചരിത്രത്തിൽ ഒരിക്കലും BJPക്ക് സ്വാധീനമില്ലാതിരുന്ന മണ്ഡലങ്ങളിൽ പോലും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറി. അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്നത് മുസ്ലിങ്ങളുടെ ഇടയിലെ വനിതാ വോട്ടുകളാണ്. മുസ്ലിം വനിതകൾ കൂട്ടത്തോടുകൂടി തന്നെ ഉത്തരേന്ത്യയിൽ BJPക്ക് അനുകൂലമായി വരുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ അതിൽ സ്ത്രീകൾക്ക് സ്വത്തവകാശം, പിന്തുടർച്ചാ അവകാശം എന്ന രീതിയിൽ കിട്ടുന്നത് വലിയ പ്രയോജനമാണ്. ഈ രീതിയിൽ സ്ത്രീകൾ ഒരിക്കൽ കൂടി ശാക്തീകരിക്കപ്പെടുകയാണ്. ഇത് ഉത്തരേന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക്, ഉത്തരേന്ത്യയിലെന്ന് മാത്രമല്ല ഭാരതത്തിലെ മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കും വളരെ കൃത്യമായി അറിയാം. അവർ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് ഇപ്പോൾ ബോധവതികളാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ വോട്ടിൻ്റെ ഒരു ഭാഗവും 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിൽ BJPക്ക് ലഭിക്കും എന്ന് തന്നെയാണ് BJP കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് ഉത്തരേന്ത്യയിൽ അഥവാ ഹിന്ദി ഹൃദയഭൂമിയിൽ വീണ്ടും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ BJPക്ക് കഴിയും. ആ അത്ഭുതങ്ങൾ 2024 ഭാരതം കാണാൻ പോവുകയുമാണ്. മാത്രമല്ല, ദക്ഷിണേന്ത്യയിലെ ചെറിയ മുന്നേറ്റങ്ങൾ അതും BJPയെ പിന്തുണയ്ക്കും. അങ്ങനെയാണ് എങ്കിൽ BJPക്ക് 400-നടുത്ത സീറ്റുകൾ ഒരുപക്ഷെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാനാകും.
എത്രമാത്രം മുന്നണിയുണ്ടാക്കിയാലും ഏതൊക്കെ പേരുകളിട്ടാലും പ്രതിപക്ഷ മുന്നണിക്ക് ഇനി കുറച്ചു കാലത്തേക്ക് ലോക്സഭയിൽ വലിയ സ്കോപ്പൊന്നും കാണുന്നില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.